ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ പഠിക്കുന്നത് അഗ്രികൾച്ചർ സയൻസിലെ ആദ്യത്തെ ടോപ്പിക്ക്, അതായത് പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡിലിംഗ്. പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡിലിങ്ങിനെ പറ്റിയാണ് പഠിക്കുന്നത്. പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡിലിംഗ്. അപ്പോ ഈ പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡിലിംഗ് അതിന്റെ അകത്ത് ആദ്യം പഠിക്കുന്നത് ഫിസിയോളജി ഓഫ് മെച്യൂരിറ്റി റൈപ്പനിങ് ആൻഡ് സെനിസൻസ് ഇൻ സിറിയൽസ്. അപ്പോ അതിനെ പറ്റിയാണ് ആദ്യം പഠിക്കുന്നത്. അതിന്റെ അകത്ത് ഒരു ഫിസിയോളജിയില് 3 സ്റ്റേജുകൾ പറയുന്നുണ്ട്. ആദ്യം പറയുന്ന സ്റ്റേജ് ഗ്രോത്ത് ആണ്. ഗ്രോത്ത് എന്ന് വെച്ചാൽ സെൽ ഡിവിഷൻ ആൻഡ് സെൽ എൻലാർജ്മെന്റ്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ സെല്ല് എൻലാർജ് ചെയ്യുന്നു. അതിന് പറയുന്നതാണ് ഗ്രോത്ത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് മെച്ചുറേഷൻ ആണ്. മെച്ചുറേഷൻ എന്ന് വെച്ചാല് ഇന്റർമീഡിയറ്റ് സ്റ്റേജിനാണ്. ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഏതിന്റെയൊക്കെ ഇടയ്ക്കാണ്? ആദ്യം പറയുന്ന ഗ്രോത്തിന്റെയും സെനിസൻസിന്റെയും ഇടയ്ക്ക് വരുന്ന ആ സ്റ്റേജിന് പറയുന്ന പേരാണ് മെച്ചുറേഷൻ. പിന്നെ പറയുന്നത് ഈ മെച്ചുറേഷൻ സ്റ്റേജിലാണ് ഹാർവസ്റ്റിംഗ് നടക്കുന്നത്. ഹാർവസ്റ്റിംഗ് നടക്കുന്നത് മെച്ചുറേഷൻ സ്റ്റേജിലാണ്. പിന്നെ പറയുന്നത് സെനിസൻസ്. എന്താണ് സെനിസൻസ്? സെനിസൻസ് ആണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ്, അല്ലെങ്കിൽ ലീഡിങ് ടു ഏജിങ് ആൻഡ് ഡെത്ത് ഓഫ് ടിഷ്യൂസ്. ഒരു ഒരു വസ്തു, അതായത് നമ്മളെ ഒരു പ്ലാന്റ് സെല്ല് അവസാനം അതിന്റെ ഡീകേ സംഭവിക്കുന്ന സ്റ്റേജ്, അതാണ് സെനിസൻസ്. സെനിസൻസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്ലാന്റ്. നിങ്ങൾ ഭയങ്കര കാര്യമായിട്ട് ആലോചിക്കേണ്ട. സെനിസൻസ് ലാസ്റ്റ് സ്റ്റേജ് ആണെന്ന് കിട്ടാൻ സെമിത്തേരി ആലോചിച്ചാൽ മതി. നിങ്ങളെല്ലാം അവസാനം പെട്ടിയിൽ എടുത്തുകൊണ്ട് പോകുന്നത് സെമിത്തേരിയിലേക്കല്ലേ. അപ്പൊ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്ലാന്റ് എന്ന് പറയുന്നത് സെനിസൻസ് ആണ്. അപ്പൊ ഞാൻ 3 സ്റ്റേജുകളാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് എന്താ? ആദ്യം പറഞ്ഞത് ഗ്രോത്ത്. രണ്ടാമത് പറഞ്ഞത് എന്താ? രണ്ടാമത് പറഞ്ഞത് സ്നേഹ ഏതാ പറഞ്ഞോ? മെച്ചുറേഷൻ. രണ്ടാമത് പറഞ്ഞ മെച്ചുറേഷൻ. മൂന്നാമത് പറഞ്ഞത് സെനിസൻസ്. സെനിസൻസ് ആണ് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് എ പ്ലാന്റ്. സെനിസൻസിൽ വെച്ചിട്ടാണ് ഒരു ടിഷ്യൂവിന് ഡെത്ത് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സാധനം ഹാർവസ്റ്റ് ആവുന്നത് മെച്ചുറേഷനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പഴുത്ത മാമ്പഴം കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പഴുത്ത മാമ്പഴം ആവുന്നെങ്കിൽ നല്ല വിളഞ്ഞാലേ പഴുത്ത മാമ്പഴം കിട്ടും, ഇല്ലെങ്കിൽ പച്ചയായിട്ട് തന്നെ ആ മാമ്പഴം ഇരിക്കും. എത്ര പഴുപ്പിക്കാൻ ശ്രമിച്ചാലും പഴുക്കത്തില്ല. അതാണ് ഹാർവസ്റ്റിംഗ് സ്റ്റേജിൽ എത്തിയിട്ടേ നമ്മളൊരു ഫ്രൂട്ടിനെ ഹാർവസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്ത പറയുന്ന റൈപ്പനിങ്. റൈപ്പനിങ് എന്ന് പറയുന്നത് സെനിസൻസിന്റെയും മെച്ചുറേഷന്റെയും ഇടയ്ക്കുള്ള ഒരു സ്റ്റേജ് ആണ്. ഏതിന്റെയൊക്കെയാ? സെനിസൻസിനും മെച്ചുറേഷനും ഇടയ്ക്ക് വരുന്ന സ്റ്റേജ് ആണ് റൈപ്പനിങ്. പിന്നെ റൈപ്പനിങ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റേജ് ഓഫ് സെനിസൻസ്. സെനിസൻസിന്റെ ആദ്യത്തെ സ്റ്റേജ്. എന്നാല് കൂടുതൽ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും, അല്ലെ, ഫ്രൂട്ട്സിലൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ കൺസംഷൻ ചെയ്യണമെങ്കിൽ റൈപ്പൻ ആവണം. അല്ലാതെ വിളയാത്ത സാധനം കഴിക്കുമോ സ്നേഹ? ഇല്ല സാർ, ഞാൻ അവിടെ ഒന്നും വിളയാതെ കാത്തിരിക്കോ, എനിക്ക് കഴിക്കണ്ടേ? അങ്ങനെയാണ്. അപ്പോ അങ്ങനെയല്ല. നിങ്ങൾ ശരിക്കും അതൊരു റൈപ്പനിങ് സ്റ്റേജ് എത്തിയതിന് ശേഷമേ നിങ്ങൾക്ക് അത് കഴിക്കാനായിട്ട് പാകമാവത്തുള്ളൂ. പിന്നെ പറയുന്നത് ഏത് ഫേസ് ആണ്? ഇറ്റ് ഈസ് എ ഫേസ് ഓഫ് എ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് വിച്ച് ഒക്കർ ഇൻ ഫ്രൂട്ട്സ് പർട്ടിക്കുലർലി ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് മെച്ചുറേഷൻ. റൈപ്പനിങ് സ്റ്റേജിലാണ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന, ക്വാണ്ടിറ്റേറ്റീവ് അല്ല, ക്വാളിറ്റേറ്റീവ് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. വിച്ച് ഒക്കേഴ്സ് ഇൻ ഫ്രൂട്ട്സ് പർട്ടിക്കുലർലി ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് മെച്ചുറേഷൻ. മെച്ചുറേഷന് ശേഷമാണ് ഈ ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് നടക്കുന്നത്. പിന്നെ പറയുന്നത് റൈപ്പനിങ് ഒക്കേഴ്സ് ഡ്യൂറിങ് ലേറ്റർ സ്റ്റേജ് ഓഫ് മെച്ചുറേഷൻ. മെച്ചുറേഷന്റെ അവസാനത്തെ സ്റ്റേജിലാണോ? അതെ, മെച്ചുറേഷന്റെ അവസാനത്തെ സ്റ്റേജിലാണ് റൈപ്പനിങ് സംഭവിക്കുന്നത്. ഒരു ഫ്രൂട്ട് റൈപ്പനായി അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതിന്റെ ടേസ്റ്റും അതിന്റെ ഓർഡറും അല്ലെങ്കിൽ അതിന്റെ ഫ്ലേവർ വെച്ചിട്ടാണ്. നല്ല ഫ്ലേവർ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ കഴിക്കൂ.
അതാണ് ഫ്ലേവറും ടേസ്റ്റും ഡിപ്പെൻഡ് ചെയ്യും, ക്വാളിറ്റി മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ റൈപ്പനിങ് ഏറ്റവും ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് ദ സ്റ്റേജ് ഓഫ് മെച്ചുറേഷന്റെ സ്റ്റേജിലും ആൻഡ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സെനസൻസ്. സെനസൻസിന്റെ ആദ്യത്തെ സ്റ്റേജ്, ലേറ്റർ സ്റ്റേജ് ഓഫ് മെച്ചുറേഷനിലാണ് റൈപ്പനിങ് നടക്കുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. അതാണ് ലൊക്കേഷൻ റൈപ്പനിങ്ങിന്റെ കേസിൽ. പിന്നെ പറയുന്നത് ഫ്രൂട്ട് റൈപ്പനിങ്, പഴം വിളവെടുക്കുന്നതല്ല, റൈപ്പനിങ് എന്ന് വെച്ചാൽ മെച്യൂർ ആവുന്നത്. ദ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ, ഒരു ഫ്രൂട്ട് റൈപ്പൻ ചെയ്യണമെങ്കിൽ അതിന് സെവറൽ ആയിട്ടുള്ള ചേഞ്ചസ് വരണം. മെയിൻ ആയിട്ട് അതിന്റെ കളർ മാറണം, അതിന്റെ ടെക്സ്ചർ മാറണം, അതിന്റെ ഫ്ലേവർ മാറണം, അരോമ മാറണം, എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ മാറിയാൽ മാത്രമേ അതിനെ ഫ്രൂട്ട് റൈപ്പനിങ് സ്റ്റേജിലേക്ക് കൂട്ടാൻ പറ്റൂ, ഫ്രൂട്ട് റൈപ്പനായി എന്ന് പറയാൻ പറ്റൂ. അപ്പൊ റൈപ്പനിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ചേഞ്ച് ഇൻ ദ കമ്പോസിഷൻ. എന്തിന്റെ കമ്പോസിഷൻ? നമ്മൾ എന്താക്കുന്നു? നമ്മൾ സ്റ്റാർച്ചിനെ ഷുഗർ ആക്കുന്നു. അപ്പോഴാണ് റൈപ്പനിങ് എന്ന് പറയുന്നത്. സ്റ്റാർച്ച് ഷുഗർ ഫോമിലോട്ട് മാറ്റുമ്പോഴാണ് റൈപ്പനിങ് എന്ന സ്റ്റേജ് എത്തിയെന്ന് മനസ്സിലാവുക. പിന്നെ ബേസ്ഡ് ഓൺ ദ റൈപ്പനിങ് ബിഹേവിയർ നമ്മൾ ഫ്രൂട്ട്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിട്ട്? ക്ലൈമാട്രിക് ഫ്രൂട്ട്സും നോൺ ക്ലൈമാട്രിക് ഫ്രൂട്ട്സും. വിളയുന്നതിനനുസരിച്ച് നമ്മൾ അതിനെ ക്ലൈമാട്രിക് എന്നും നോൺ ക്ലൈമാട്രിക് എന്നും പറയും. ക്ലൈമാട്രിക്കിന്റെയും നോൺ ക്ലൈമാട്രിക്കിന്റെയും ക്ലാസ് നമുക്ക് വരുന്ന വീഡിയോ സെഷനിൽ കാണാൻ പറ്റും. പിന്നെ പറയുന്നത്, നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്, ഡ്യൂറിങ് ദ ഫ്രൂട്ട് റൈപ്പനിങ് സ്റ്റാർച്ച് എന്താവും? ഷുഗർ ആയിട്ട് മാറും. ഇനി പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ്, ഗേഷ്യസ് ഹോർമോണാണ് എത്തിലീൻ. എത്തിലീൻ ഈസ് എ ഗേഷ്യസ് ഹോർമോൺ. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ, എത്തിലീൻ ഗേഷ്യസ് ഹോർമോൺ ആണ്. എത്തിലീൻ ഫ്രൂട്ട് റൈപ്പനിങ്ങിനെ സഹായിക്കും, ചെറിയ ക്വാണ്ടിറ്റി അല്ല, നല്ല ക്വാണ്ടിറ്റി എടുത്താൽ. പക്ഷേ എത്തിലീൻ ഒരു യൂണിവേഴ്സൽ ഹോർമോൺ അല്ല, ഫ്രൂട്ട് റൈപ്പനിങ് ഹോർമോൺ അല്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി എത്തിലീൻ ഈസ് എ യൂണിവേഴ്സൽ ഫ്രൂട്ട് റൈപ്പനിങ് ഹോർമോൺ എന്ന് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ, അത് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി. അപ്പം എത്തിലീൻ ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ഫ്രൂട്ട് റൈപ്പനിങ് ഹോർമോൺ. ഇത്രയും ക്ലിയർ ആണോ? ഇനി പറയുന്നത്, massive doses of ethylene could bring about ripening changes in immature fruits. Immature fruitsലെ റൈപ്പനിങ് സ്റ്റേജിനെ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ദ ഹോർമോൺ വിച്ച് പ്ലേസ് ദ മോസ്റ്റ് പവർഫുൾ റെഗുലേറ്ററി റോൾ ഇൻ റൈപ്പനിങ്. റൈപ്പനിങ്ങിന് വളരെ പവർഫുൾ ആയിട്ടുള്ള റോള് വഹിക്കുന്ന ഒരു ഹോർമോണാണ് എത്തിലീൻ ഹോർമോൺ. ഇൻ അഡീഷൻ ടു എത്തിലീൻ ഞാൻ പറഞ്ഞല്ലോ, എത്തിലീന് ഓപ്ഷൻ തരുന്നത്, എത്തിലീൻ ഈസ് എ ഗേഷ്യസ് ഹോർമോൺ എന്ന ഒരു ഓപ്ഷൻ കണ്ട അത് റൈറ്റ് ആൻസർ ആണ്. ഇനി അടുത്ത, എത്തിലീന്റെ കൂടെ വേറെ ഹോർമോൺസ് ഉണ്ട്, വേറെ ഫൈറ്റോ ഹോർമോൺസ് ഉണ്ട്. വേറെ ഫൈറ്റോ ഹോർമോൺസ് ഏതൊക്കെയാന്ന് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് അതെങ്ങനെ മനസ്സിലാക്കും എന്നും കൂടെ പറഞ്ഞുതരാം. ആദ്യം പറയുന്നത് നമ്മുടെ ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈനിൻ, ABA അല്ലെങ്കിൽ അബ്സിസിക് ആസിഡ്, ബ്രാസിനോസ്റ്റിറോയിഡ്സ്, പിന്നെ പറയുന്ന ഒരെണ്ണം കൂടെ ഉണ്ട്, ജാസ്മോണേറ്റ്സ്. അപ്പോ ഇത്രയും ഫൈറ്റോ ഹോർമോൺസ് പ്രസന്റിലുണ്ട്. ഈ പറയുന്ന ഓക്സിന്, ഗിബർലിന്, സൈറ്റോകൈനിൻ, ABA, ബ്രാസിനോസ്റ്റിറോയിഡ്സ്, അതുപോലെ തന്നെ ജാസ്മോണൈറ്റ്സ്. ഇതെങ്ങനെ ഓർക്കുമെന്ന് വെച്ചാൽ, ജാക്കിന്റെ ബാഗ് JACBAG, ജാക്കിന്റെ ബാഗ്, J for ജാസ്മോണൈറ്റ്സ്, A for oxin, C for cytokinin, and B for brassinosteroids, and A for ABA and G for gibberellin. ആ കോഡ് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ഫൈറ്റോ ഹോർമോൺസിനെ എല്ലാം മനസ്സിലാക്കാൻ പറ്റും.
അപ്പൊ അടുത്ത ഒരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫൈറ്റോ ഹോർമോൺ എന്നൊരു ചോദ്യം വന്ന നിങ്ങൾക്ക് ഈ പറയുന്ന ഓപ്ഷൻ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫൈറ്റോ ഹോർമോൺ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ പിന്നെ അതിന്റെ ഉത്തരവും നിങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ പിള്ളേരെ? ഇനി പറയുന്നത് ഈ പറയുന്ന ഫൈറ്റോ ഹോർമോൺസിനെല്ലാം ഫ്രൂട്ട് റൈപ്പനിങ്ങിന് അല്ലെങ്കിൽ ഫ്രൂട്ട് ഡെവലപ്പ് ആവുന്നതിന് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി പറയുന്നത് എത്തിലീൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ റൈപ്പനിങ് ഹോർമോൺ അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റ് ആണ്. സം നോൺ ക്ലൈമാട്രിക് ഫ്രൂട്ട്സ് ലൈക്ക് സ്ട്രോബെറി, സിട്രസ്. ഏതൊക്കെയാണ് നോൺ ക്ലൈമാട്രിക് ഫ്രൂട്ട്സ്? സ്ട്രോബെറി ഉണ്ട്, സിട്രസ് ഉണ്ട്. സ്ട്രോബെറിയും സിട്രസും എത്തിലീനുമായിട്ട് റിയാക്ട് ചെയ്താൽ പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഇല്ല. അല്ലെങ്കിൽ എത്തിലീൻ ട്രീറ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അവര് റൈപ്പനാവാൻ പോണില്ല. ആരൊക്കെയാണ്? സ്ട്രോബെറിയും എന്നാ സിട്രസും. എങ്ങനെ നിങ്ങൾക്ക് കിട്ടും സ്ട്രോബെറിയും സിട്രസും എത്തിലീൻ ട്രീറ്റ്മെന്റിൽ ഒരു റോളും ഇല്ല? സ്ട്രോബെറി അല്ലേ എസ്, പിന്നെ സിട്രസ് അല്ലേ സി. ഈ പറയുന്നത് എത്തിലീനുമായിട്ട് റിയാക്ട് ചെയ്ത ഒരു റോളും ഇല്ലെന്നല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കേ, നിങ്ങൾ വലിയ കാര്യത്തിൽ എത്തിലീൻ എടുത്തിട്ട് ഈ സിട്രസിനും സ്ട്രോബെറിക്കും വലിയ പ്രതീക്ഷ ഇങ്ങനെ കാത്തിരിക്കുക. ഇപ്പം വിളയും. അപ്പൊ നിങ്ങളുടെ സെക്കൻഡുകൾക്ക് ഒരു വിലയില്ല. അതാണ് എസ് ഫോർ സ്ട്രോബെറി, ഇ ഫോർ എത്തിലീൻ ആൻഡ് സി ഫോർ സൈറ്റോകൈനിനോ? സിട്രസ്. സി ഫോർ സൈറ്റോകൈനിൻ അല്ലേ? അല്ല, സി ഫോർ സിട്രസ്. ക്ലിയർ ആണോ? അപ്പോ ഇതാണ് ആ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. ഇനി അടുത്ത പറയുന്നത് എൻസൈംസ് ഇൻ ഫ്രൂട്ട് റൈപ്പനിങ്. ഫ്രൂട്ട് റൈപ്പനിങ്ങിന് ആവശ്യമായിട്ടുള്ള എൻസൈമുകൾ ഏതൊക്കെ? ആദ്യം പറയുന്നത് സോഫ്റ്റൻ ചെയ്യാൻ, ഫ്രൂട്ട് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ട ആദ്യത്തെ ഹോർമോൺ ആണ്. എന്താണ് സോഫ്റ്റ്നെസ്സിന് കാരണമായ ആദ്യത്തെ ഹോർമോൺ ആണ്? പെക്റ്റിനേസ്. എങ്ങനെ കിട്ടും നമുക്ക് പെക്റ്റിനേസ് എന്ന് പറയുന്ന വാക്ക്? വളരെ സിമ്പിൾ ആണ്. നിങ്ങളിൽ ആരെങ്കിലും വളരെ ദേഷ്യപ്പെട്ട ചൂടായി റഫായിട്ട് നിൽക്കുമ്പോൾ അവരെ നിങ്ങൾ തണുപ്പിക്കാൻ അല്ലെങ്കിൽ സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഒരു പെഗ് അടിക്കാൻ മച്ചാനെ പോയിട്ട് വാ. ആ പെഗ് ആണ് പെക്റ്റിനേസ്. അപ്പൊ പെക്റ്റിനേസ് കിട്ടിയോ? പിന്നെ പറയുന്നത് കൺവേർഷൻ ഓഫ് സ്റ്റാർച്ചിനെ ഷുഗർ ആക്കുന്നു. സ്റ്റാർച്ചിനെ ഷുഗർ ആക്കുന്നത് ആരാണ്? അമൈലേസ് ആണ് സ്റ്റാർച്ചിനെ ഷുഗർ ആക്കുന്നത്. അമൈലേസ്. എങ്ങനെ കിട്ടും അമൈലേസ്? വളരെ സിമ്പിൾ ആണ്. നിങ്ങളെ വീട്ടില് പുട്ട് കഴിക്കാന്ന് ആലോചിച്ചോ. നിങ്ങൾ വേഗം പുട്ടിന്റെ കൂടെ പഞ്ചസാര കൂട്ടി കഴിക്കുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? വേഗം അമ്മ കുറച്ച് പഞ്ചസാര. ആ അമ്മയാണ് അമൈലേസ്. അപ്പൊ സ്റ്റാർച്ചിനെ ഷുഗർ ആക്കുന്നത് ആരാണ്? അമ്മയോ? അമൈലേസ് ആണ് സ്റ്റാർച്ചിനെ ഷുഗർ ആക്കുന്നത്. ഇനി അടുത്ത പറയുന്നത് കൺവേർഷൻ ഓഫ് ആസിഡിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ആസിഡിനെ ന്യൂട്രൽ ആക്കുന്നു. ആസിഡിനെ ന്യൂട്രൽ ആക്കുന്നത് ആര്? കൈനേസ് ആണോ? കൈനേസ്. എങ്ങനെ കിട്ടും കൈനേസ്? വളരെ സിമ്പിൾ ആണ് കൈനേസ് കിട്ടാൻ. നിങ്ങൾ സാധാരണ ഈ പ്രേമിക്കുന്ന സമയത്ത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് പ്രേമിച്ചെല്ലാം കഴിയുമ്പോ തേപ്പ് കിട്ടുമ്പോഴത്തേക്ക് ദേഷ്യം വന്ന് വലിയ കാര്യത്തിൽ ഇപ്പൊ കാമുകിമാരുടെ കാലമാണ്. കാരണം പണ്ടൊക്കെ കാമുകന്മാർ ആസിഡ് ഒഴിക്കുന്നത്, ഇപ്പൊ തിരിച്ചായി ട്വിസ്റ്റ്. വലിയ കാര്യത്തിൽ നമ്മുടെ കാമുകൻ സൈക്കിളില് ഇങ്ങനെ പോവുക അല്ലെങ്കിൽ ബൈക്കിൽ പോവാന്നായിരുന്നോ, പോകുമ്പോഴത്തേക്ക് ഒരു ആസിഡ് വന്ന് ഒറ്റ മുഖത്തൊഴി. പെട്ടെന്ന് പുള്ളിയുടെ ബൈക്കിന്ന് വിടും, ബൈക്ക് ന്യൂട്രാവും, കയ്യിന്ന് പോവും. ആ കയ്യിന്ന് പോകുന്നതാണ് കൈനേസ്. അപ്പൊ ആസിഡിനെ ന്യൂട്രൽ ആക്കുന്നത് കൈനേസ് ആന്ന് കിട്ടും. പിന്നെ പറയുന്നത് ഗ്യാസ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് റൈപ്പനിങ്. അതായത് ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് റൈപ്പനിങ് സമയത്ത്. അതായത് ഫ്രൂട്ട്സിൽ തന്നെ എത്തിലീൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് എത്തിലീൻ. ഗ്യാസ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് എന്ത്? റൈപ്പനിങ്. അപ്പൊ ക്ലിയർ അല്ലേ? ഇനി പറയുന്നത്
അടുത്ത പറയുന്നതെന്ന് വെച്ചാൽ ക്ലോറോഫിൽ. ക്ലോറോഫില്ലില് ഞാൻ എഴുതാം. ക്ലോറോഫില്ലില് ഈ പറയുന്ന ഒരു ഹൈഡ്രോലൈസ് എൻസൈം വഴി എന്ത് കിട്ടും? എന്താ കിട്ടുന്ന? ആന്തോസയാനിൻ. ആന്തോസയാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. നിങ്ങൾക്ക് ആന്തോസയാനിൻ കിട്ടും. ക്ലോറോഫില്ല് ഹൈഡ്രോലൈസ് ചെയ്ത ആന്തോസയാനിൻ കിട്ടും. എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ക്ലോറോഫില്ല് കിട്ടി. ഈ ആന്തോസയാനിൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആന്തപ്പനെ ആലോചിച്ചാൽ മതി. ആന്തപ്പൻ എപ്പോഴും വെള്ളത്തിലാണ്. എന്താ വെള്ളം? വെള്ളമാണ് ഹൈഡ്രോലേസ്. അപ്പൊ ഹൈഡ്രോലേസ് കിട്ടിയോ? പിന്നെ പറയുന്നതെന്ന് വെച്ചാല് പെക്റ്റിൻ, ലെസ് പെക്റ്റിൻ, ഹൈ പെക്റ്റിൻ ആവുന്നെന്നാണോ പറയുന്ന? അല്ല. പെക്റ്റിൻ, ഹാർഡായിട്ടുള്ള പെക്റ്റിൻ, ലെസ് പെക്റ്റിൻ ആവുന്നതിന് പറയുന്നത്, സോഫ്റ്റ് ആവുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ? പെക്റ്റിനേസ്. നേരത്തെ പറഞ്ഞ അതേ കോഡ്. വളരെ സോഫ്റ്റിനാക്കണമെങ്കിൽ വാ മച്ചാനെ നമുക്ക് പോയി ഒരു പെഗ് അടിക്കാന്ന് പറഞ്ഞാൽ മതി. പിന്നെ പറയുന്നത് ലാർജ് ഓർഗാനിക്സ്, വളരെ വലിയ ഓർഗാനിക്സ്. ആ ഓർഗാനിക്സിനെ, ലാർജ് ഓർഗാനിക്സിനെ ഞാൻ പറയാം, ഒരു സെക്കൻഡ്. ലാർജ് ഓർഗാനിക്സിനെ നമ്മള് എന്താക്കും? അരോമാറ്റിക് ആക്കും, അല്ലെ? അരോമാറ്റിക്. എന്താണ് അരോമാറ്റിക്? ആരോമാറ്റിക് എന്ന് വെച്ചാല് സ്മെല്ല് വരുത്തുന്നു, അല്ലേ? നിങ്ങൾ എങ്ങനെയാ സ്മെല്ല് വരുത്തുന്ന? സ്പ്രേ അടിച്ചിട്ടല്ലേ? സ്പ്രേ അടിക്കുമ്പോ ഒരു സ്പ്രേ അടിക്കുമെന്ന് വെച്ചോ, നമ്മളിങ്ങനെ ചീറ്റുമ്പോ നേരെ വെള്ളം തെറിക്കില്ലേ? ആ വെള്ളമാണ് ഹൈഡ്രോലേസ്. അപ്പൊ ഇവിടെ ഹൈഡ്രോലേസ് വന്നേ, ഹൈഡ്രോലേസ്. അപ്പൊ ക്ലിയർ ആയോ? അതായത് ലാർജ് ഓർഗാനിക്സിനെ അരോമാറ്റിക് ആക്കുന്നത് ഹൈഡ്രോലേസ് ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി പറയുന്നത് സിംറ്റംസ് ഓഫ് ഫ്രൂട്ട് റൈപ്പനിങ്. ഒരു ഫ്രൂട്ട് എങ്ങനെ റൈപ്പൻ ആയി എന്നുള്ള സിംറ്റം എന്തൊക്കെയായിരിക്കും? ആദ്യം നമ്മൾ അതിന്റെ ടെക്സ്ചർ നോക്കണം. എന്താ നോക്കേണ്ടത്? ടെക്സ്ചർ നോക്കണം. ടെക്സ്ചർ നോക്കിക്കഴിയുമ്പോ ആ ടെക്സ്ചറിന്റെ അകത്ത് അത് സോഫ്റ്റനിങ് ഓഫ് ഫ്രൂട്ട്സിനെ സഹായിക്കും. സോഫ്റ്റ് ആയിട്ടിരുന്ന അത് റൈപ്പനായി. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്ന? മാങ്ങയൊക്കെ കൊണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ട്, വിഷമടിച്ച മാങ്ങയാണ്, അത് വേറെ കാര്യം, വലിയ അരുത്തി, ചിലര് കഴിവത്തൂരുമില്ല. മാങ്ങ കണ്ടത് ഇങ്ങനെ, ഇതാണ് മാങ്ങയെന്ന് വെച്ചോ, മാങ്ങ ഇങ്ങനെ ഞെക്കി വെക്കും. അയ്യോ മാങ്ങയെ വേനിക്കോ. മാങ്ങ ഞെക്കുന്നത് എന്തിനാ? അത് സോഫ്റ്റനായി എന്ന് മനസ്സിലാക്കിയ പഴുത്തു മനസ്സിലായി. ബുദ്ധിശാലികളായിട്ടുള്ള നിങ്ങള് പോയിട്ട് കൈയിട്ട് കുത്തുന്നത് മാങ്ങയുടെ കേട് വന്ന സ്ഥലത്താ. പഴുത്ത് പിന്നെ അങ്ങനത്തെ ടീമുകളാ. അപ്പൊ അതൊക്കെ വിട്. അപ്പൊ സോഫ്റ്റനായി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് നമ്മുടെ ടെക്സ്ചർ ആണ്. ദ ചേഞ്ച് ഇൻ ദ ടെക്സ്ചർ ഓഫ് എ ഫ്രൂട്ട് റിസൾട്ട്സ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ദ, എന്തിന്റെ സ്ട്രക്ചറാ മാറുന്ന? സ്ട്രക്ചറും കോമ്പോസിഷനും സെൽവാളിന്റെ മാറുന്ന അനുസരിച്ചാണ് ആ ഫ്രൂട്ട് റൈപ്പനായോ ഇല്ലേന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. ഇനി പറയുന്നത് കളറ്. ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ചേഞ്ചസ് ഇൻ കളർ ഓഫ് ഫ്രൂട്ട് ഡ്യൂറിങ് റൈപ്പനിങ് മേ ബി ഡ്യൂ ടു ദ പിഗ്മെന്റ്സ്. ആ ഫ്രൂട്ടിൽ കാണുന്ന പിഗ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി. ലോക്കലൈസ്ഡ് ഇൻ പിഗ്മെന്റ്സ് എവിടെയൊക്കെ കാണും? ക്ലോറോപ്ലാസ്റ്റിക് കാണും. അതോടൊപ്പം ക്ലോറോപ്ലാസ്റ്റിനെ പുറമേ കാണും. ആ ക്ലോറോപ്ലാസ്റ്റിന്റെ പുറമേ കാണുന്നതിന് പറയുന്ന പേരാണ് വാക്യൂൾസ്. വാക്യൂൾസ് എന്ന് പറയും. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞല്ലോ, ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്ത് കാണുന്ന പിഗ്മെന്റ് എന്താ? അകത്ത് കാണുന്ന പിഗ്മെന്റിനെ പറ്റി പഠിക്കാം. ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്ത് കാണുന്ന ആ പിഗ്മെന്റിനെ പറയുന്ന പേരാണ് എന്ത്? കരോട്ടിനോയിഡ്സ്. അതായത് ചേഞ്ചസ് ഡ്യൂ ടു ദ കൺവേർഷൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഇൻടു ക്രോമോപ്ലാസ്റ്റ്. ആ കൺവേർഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ക്ലോറോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റ് ആകുമ്പോൾ കിട്ടുന്നത് കരോട്ടിനോയിഡ്സ് ആണ്. കരോട്ടിനോയിഡ്സ്. ഇനി എ മേജർ ഫാക്ടർ ഇൻ ദ കളർ ചേഞ്ചസ് ഓഫ് ഫ്രൂട്ട് റൈപ്പനിങ് ഈസ് ട്രാൻസിഷൻ ഫ്രം ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിന് ഒരു മാറ്റം സംഭവിക്കുന്നു, ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നു. ഫ്രം ക്ലോറോപ്ലാസ്റ്റ് വിച്ച് ആർ റിച്ച് ഇൻ. ക്ലോറോപ്ലാസ്റ്റിൽ എന്താ കാണുന്നത് നിങ്ങൾക്ക്? ക്ലോറോഫിൽ ആണ്. ഈ ക്ലോറോഫിലിന് മാറ്റം സംഭവിച്ച് ക്രോമോപ്ലാസ്റ്റോ. ക്രോമോ എന്ന് വെച്ചാൽ എന്തോ കളർ കിട്ടി. ആ ക്രോമോപ്ലാസ്റ്റിന്റെ കളർ എന്താ? ക്രോമോപ്ലാസ്റ്റിന്റെ കളർ എന്താ പറയൂ? റെഡ്. വിച്ച് ആർ റെഡ്? റെഡ് മാത്രമേ ഉള്ളോ? അല്ല,
മഞ്ഞയുണ്ട്, യെല്ലോ കളേർഡ് പിഗ്മെന്റ് ഉണ്ട്, റെഡ് ആൻഡ് യെല്ലോ കരോട്ടിനോയിഡ് പിഗ്മെന്റ് ആണേ. ഞാൻ ഓൾറെഡി പറഞ്ഞ കരോട്ടിനോയിഡ് എന്നാ പറയുന്നത്. പക്ഷെ നമുക്ക് ഈ റെഡും യെല്ലോവും കിട്ടണം ക്രോമോപ്ലാസ്റ്റിന്. വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ് ഇത് തലയിൽ വെക്കാൻ. ഓ, ഒന്നും അറിയാത്ത പോലെ ഗൂഗിൾ ക്രോം ഒന്ന് എടുത്തു നോക്കിക്കേ, അതിൻ്റെ അകത്ത് ഏതൊക്കെ കളർ നിങ്ങൾക്ക് കാണാം? ചുമപ്പ് കാണത്തില്ലേ, മഞ്ഞ കാണത്തില്ലേ? അപ്പൊ ക്രോമിന്റെ അകത്ത് മഞ്ഞയും ചുവപ്പും കിട്ടിയില്ലേ? റെഡ് ആൻഡ് യെല്ലോ കളർ ക്രോമോപ്ലാസ്റ്റിന് പറയുന്നത്. അതിന് പറയുന്ന പേരാണ് കരോട്ടിനോയിഡ്സ്. കരോട്ടിനോയിഡിന്റെ കളർ കിട്ടിയല്ലോ. ഇനി അടുത്തത്, കരോട്ടിനോയിഡ് ആർ ദ ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിന് പറയുന്ന പേരാണ് എന്ത്? കരോട്ടിനോയിഡ്സ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്താന്ന് നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ അത് കാണുന്നത് എവിടെയാണ്? ഗ്രീൻ ഫ്രൂട്ട്സ് ആണോ? ഗ്രീൻ ഫ്രൂട്ട് ആയിട്ടുള്ള ടിഷ്യൂസിലാണ്. ഗ്രീൻ ഫ്രൂട്ട് ടിഷ്യൂസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാല് അധികം മെച്ചുറേഷൻ ആവാത്ത ഫ്രൂട്ട്സ്. മെച്ചുറേഷൻ ആയ കളർ കിട്ടിയില്ലേ? പഴുത്ത മാങ്ങ അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പൊ ബനാന എടുത്തു കഴിഞ്ഞാൽ ബനാനയ്ക്ക് കളർ കിട്ടും. അതിന് മുമ്പുള്ള ഒരു സ്റ്റേജ്, അവിടെയാണ് ഇത് കാണുന്നത്. അതുപോലെ മെച്ചുറേഷൻ ഡസ് നോട്ട് ഓൾവേസ് ഇൻവോൾവ് അക്യുമുലേഷൻ ഓഫ് കരോട്ടിനോയിഡ് പിഗ്മെന്റ്സ്. കരോട്ടിനോയിഡ് പിഗ്മെന്റ് എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞ മെച്ചുറേഷൻ ആവണമെന്നില്ല. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് FSOയിൽ പ്രതീക്ഷിക്കാം. ഏത് ക്വസ്റ്റ്യൻ? ഇപ്പൊ ഞാൻ പറഞ്ഞ മെച്ചുറേഷൻ ഡസ് നോട്ട് ഓൾവേസ് ഇൻവോൾവ് എന്ത്? കരോട്ടിനോയിഡ് ഫോർമേഷന്, കരോട്ടിനോയിഡ് പിഗ്മെന്റ്സിന്റെ അക്യുമുലേഷൻ കൊണ്ട് ഈ പറയുന്നത് ആവണമെന്നില്ല. പിന്നെ പറയുന്നത്, ഫോർ ഇൻസ്റ്റൻസ് യെല്ലോയിങ് ഇൻ മെനി വെറൈറ്റീസ് ഓഫ് ആപ്പിൾസ്. യെല്ലോയിങ് നടക്കുന്നത് ആപ്പിൾസ്, പിയേഴ്സ്, ഗ്രേപ്സ്, ഒലീവ്സ് ആൻഡ് മെച്യൂർ ബനാനാസ്. റിസൾട്ട് അവരെന്ത് റിസൾട്ട് ചെയ്യും? കരോട്ടിനോയിഡിന്റെ പ്രീ എക്സിസ്റ്റിംഗ് കരോട്ടിനോയിഡ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കും. അത് എങ്ങനെ അൺമാസ്ക് ചെയ്യും? ഡ്യൂ ടു ദ ഡിസപ്പിയറൻസ് ഓഫ് ക്ലോറോഫിൽ. ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധനം നിങ്ങൾ ആലോചിച്ചേ, ഒരു പഴം എടുക്കുക. ആ പഴം നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആ പഴത്തിന് ഒരു ഫ്രൂട്ട്, ഇതാണ് ഒരു ഫ്രൂട്ട് എന്ന് ആലോചിക്കുക, ആപ്പിൾ. ഈ ആപ്പിൾ പച്ച കളറാന്ന് ആലോചിക്കുക. പച്ച കളർ ഉണ്ടെങ്കിൽ അത് ക്ലോറോപ്ലാസ്റ്റാ. ഈ ഭാഗം മൊത്തം പച്ച. ഓക്കെ, പച്ച പച്ച പച്ച. ഇനി ഇപ്പുറത്തെ സൈഡ് നമ്മള് വലിയ കാര്യത്തിൽ ഇവിടെ നമ്മളെ ഹോർമോണോ ഒന്നും ചെയ്യാതിരുന്നു, പക്ഷെ ഇവിടെ ഹോർമോൺ ചെയ്ത്, അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ഈ സൈഡിന് ഒരു എക്സ്പോഷറും ഇല്ല. അപ്പൊ ഈ സൈഡ് ഫുള്ള് പച്ചയായിരിക്കും, പക്ഷെ ഈ സൈഡ് പഴുക്കും, കാരണം നമ്മൾ എക്സ്പോഷർ ചെയ്ത്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് പച്ച ഭാഗത്ത് ക്ലോറോഫിൽ, ഗ്രീൻ പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ. അത് പ്രത്യേകിച്ച് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ക്ലോറോഫിലിനെ അൺമാസ്ക് ചെയ്യും, പച്ചയെന്ന് മാറി കളർ കൊടുക്കും. അപ്പൊ കരോട്ടിനോയിഡ് പിഗ്മെന്റ്സിന്റെ പ്രസൻസ് വരും. ഇനി എ ലാർജ് നമ്പർ ഓഫ് അതർ ഫ്രൂട്ട്സ്. ബാക്കി പറയുന്ന ഫ്രൂട്ട്സ് സച്ചസ് സിട്രസ്, ടൊമാറ്റോ, ക്യാപ്സിക്കം എക്സെട്ര. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ മറക്കല്ലേ. ക്യാപ്സിക്കം ഒരു വെജിറ്റബിൾ ആണോ? അല്ല, ക്യാപ്സിക്കം ഒരു ഫ്രൂട്ട് ആണ്. ആരും മറക്കല്ലേ, ക്യാപ്സിക്കം, ടൊമാറ്റോ ഇതെല്ലാം ഫ്രൂട്ട്സ് ആണ്, വെജിറ്റബിൾസ് അല്ല. ഓക്കെ, നിങ്ങളെ കൊനസ്റ്റ് ക്വസ്റ്റ്യനി സിമ്പിൾ ആയിട്ട് തോപ്പിക്കാൻ പറ്റും. അപ്പൊ ആരും ക്യാപ്സിക്കം ഫ്രൂട്ട് അല്ലെന്ന് കരുതല്ലേ, ക്യാപ്സിക്കവും ടൊമാറ്റോയും ഫ്രൂട്ട്സ് ആണ്. ഓക്കെ, ഇനി അവരുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ കരോട്ടിനോയിഡ്സ് ഉണ്ട്. ക്യാപ്സിക്കത്തിന്റെ കളർ കണ്ടിട്ടില്ലേ? ചുമപ്പ്, മഞ്ഞ. വളരെ നല്ല എക്സാമ്പിൾ ആണ് ക്യാപ്സിക്കം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മഞ്ഞ കളറും കാണാം, ചുമന്ന കളറും കാണാം. ടൊമാറ്റോ നല്ല പഴുത്ത് തൂടുത്ത് ചുമന്ന. അതുകൊണ്ടല്ലേ പറയുന്ന ചില പിള്ളേരെ തക്കാളിപ്പഴം പോലെ ഇരിക്കുന്നു, അവരെ കവളൊക്കെ കണ്ടിട്ട് പറയുന്നത് തക്കാളി പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, എ ലാർജ് നമ്പർ ഓഫ് അതർ ഫ്രൂട്ട്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയി. പിന്നെ പറയുന്നത്, ഡ്യൂറിങ് ലേറ്റർ സ്റ്റേജ് ഓഫ് മെച്ചുറേഷനില് കുറെ കരോട്ടിനോയിഡ്സിനെ ബയോസിന്തസൈസ് ചെയ്യും. പിന്നെ the complement of carotenoid pigments in these fruits however differ greatly. അതെന്ത് ചെയ്യും? ഡിഫർ ചെയ്യും. ഡിഫർ ഗ്രേറ്റ്ലി ഫോർ വൺ സ്പീഷ്യസ് ടു അനദർ. ഒരു സ്പീഷ്യസിൽ നിന്ന് വേറെ സ്പീഷ്യസിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കും.
ഓക്കെ. ദ കോംപ്ലിമെന്റ് ഓഫ് കരോട്ടിനോയിഡ് പിഗ്മെന്റ് ഇൻ ദീസ് ഫ്രൂട്ട്സ്, ഈ പറയുന്ന ഫ്രൂട്ട്സിൽ വളരെ വ്യത്യാസം സംഭവിക്കും. ഒരു സ്പീഷ്യസിനുള്ള രീതി ആയിരിക്കില്ല വേറൊരു സ്പീഷ്യസിനുള്ളത്. പിന്നെ പറയുന്നത് അതിന് നല്ലൊരു ഡിഫറൻസ് വരും. ടൊമാറ്റോയുടെ കേസ് എടുത്തു നോക്ക്. ടൊമാറ്റോയുടെ കേസ് എടുത്താല് കരോട്ടിനോയിഡ് പിഗ്മെന്റ്സ് ഏറ്റവും ഡോമിനേറ്റ് ചെയ്യുന്നത് ലൈക്കോപ്പീനിലും ബീറ്റ കരോട്ടിനോയിഡിലും ആണ്.